ഹായ് ഗൈസ്. അപ്പോ പ്രസവം എന്ന് പറയുന്നത് ഇത് ജേർണി, യാത്രയാണ് പ്രസവം എന്ന് പറയുന്നത്. അപ്പൊ ഈ യാത്രയിൽ നമുക്ക് പാരന്റ്സിന്റെ അതുപോലെ ഹസ്ബൻഡിന്റെ ഒക്കെ സപ്പോർട്ട് ആവശ്യം. അതായത് ഇവിടെ ഒരു സ്ത്രീ അനുഭവിക്കുന്ന പെയിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് സച്ച് എ അൺബെയറബിൾ പെയിൻ. ഈ പറയുന്ന പ്രസവത്തിന് ഒരുപാട് സ്റ്റേജസ് ഉണ്ട്. അപ്പൊ ആ സ്റ്റേജസിനെ ശരിക്കും പറഞ്ഞാൽ 3 സ്റ്റേജസ് ആണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. 3 സ്റ്റേജസ് ആയിട്ടാണ്. അതിനകത്തും കുറെ പ്രോസസ്സും കുറെ സ്റ്റേജസും ഒക്കെ വരും. അപ്പൊ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സർവിക്കൽ ഡയലറ്റേഷൻ. അപ്പൊ ഈ സർവിക്സ് എന്ന് പറയുന്നത് ചെറിയൊരു ഓപ്പണിംഗ് ആണ്. ആ ഓപ്പണിംഗ് നല്ല വലുതാവും. അപ്പൊ ഓരോ കോൺട്രാക്ഷൻസിനും ഇത് വലുതാകും. അപ്പൊ ഈ ഒരു സർവിക്സ് 10 സെന്റിമീറ്ററോളം വലുതാവണം. എങ്കിൽ മാത്രമേ ഒരു കുട്ടിയുടെ തല പുറത്തേക്ക് വരാൻ പറ്റത്തുള്ളൂ. അപ്പോ ഫസ്റ്റ് പ്രഗ്നൻസി ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കുറച്ചൊന്ന് ടൈം എടുക്കും, കുറച്ച് കൂടുതൽ ടൈം എടുക്കും. സെക്കൻഡ് പ്രഗ്നൻസി ആണെങ്കിൽ ഫസ്റ്റിന് അത്ര ഇല്ല, എന്നാലും എടുക്കും. കാരണം ഇത് ഓപ്പൺ ആയി വരണമല്ലോ. ചില സമയത്ത് ഈ പറയുന്ന സർവിക്സ് ഡൈലേറ്റ് ആയി കുട്ടിയുടെ തല വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആ സമയത്ത് ചെറുതായിട്ടൊരു കട്ട് ചെയ്യും. അതിനെയാണ് എപ്പിസോട്ടമി എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പുഷ് ചെയ്യുക. അതായത് അമ്മ മാക്സിമം എഫേർട്ട് ഇട്ട് പുഷ് ചെയ്യണം. അപ്പൊ ഈ സർവിക്സ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഈ പുഷ് ചെയ്യുന്ന ആ ഒരു എന്താ പറയാ ഒരു പ്രഷർ, ആ ഒരു സ്ട്രെങ്തിലൂടെയാണ് കുട്ടി പുറത്തേക്ക് വരുന്നത്. അപ്പൊ അത്രയും മാത്രം എഫേർട്ട് ഇട്ട് പുഷ് ചെയ്യുമ്പോൾ അതിനകത്തും കുറെ പ്രോസസ്സ് വരും. ക്രൗണിങ് എന്നും ഷോൾഡർ പുറത്ത് വരുന്നു, അങ്ങനെയൊക്കെ പറയും. തല ആദ്യം വരുന്നു, പിന്നെ ഷോൾഡർ വരുന്നു, പിന്നെ കൈ വരുന്നു, അങ്ങനെയൊക്കെ കുറെ പ്രോസസ്സ് അതിന്റെ ഇടയിൽ നടക്കും. അത് ഫർദർ റൊട്ടേറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ ഒരുപാട് പ്രോസസ്സ് അതിനകത്ത് വരുന്നുണ്ട്. ഇതോടെ കഴിയുന്നില്ല. കുഞ്ഞ് പുറത്തേക്ക് വന്ന് കുഞ്ഞിനെ പുറത്തേക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം അംബിലിക്കൽ കോഡ് കട്ട് ചെയ്തതിന് ശേഷം പ്ലാസന്റ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പൊ ഈ പ്ലാസന്റ ആണ് കുട്ടിക്ക് ന്യൂട്രീഷൻസും അതുപോലെ തന്നെ ഓക്സിജനും ഒക്കെ കൊടുക്കുന്നത്. ആ പ്ലാസന്റ പുറത്തെടുക്കണം. അതായത് രണ്ടാമത്തെ സ്റ്റേജ് പ്ലാസന്റ പുറത്താക്കണം. അപ്പൊ പ്ലാസന്റ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൺട്രാക്ഷൻസ് കൊടുക്കുമ്പോഴത്തേക്കുമാണ് പ്ലാസന്റ പുറത്തേക്ക് വരുന്നത്. പ്ലാസന്റ പുറത്ത് വന്ന് നമ്മൾ പരിശോധിക്കും, കംപ്ലീറ്റ് ആയിട്ട് പുറത്ത് വന്നിട്ടുണ്ടോ, അതോ അകത്ത് എന്തെങ്കിലും ഇരിപ്പുണ്ടോ. കാരണം അകത്തിരുന്ന് കഴിഞ്ഞാൽ അത് ഫർദർ കോംപ്ലിക്കേഷൻസ് ലീഡ് ചെയ്യും. ഹെമറേജസ് പോലത്തെ ഫർദർ കോംപ്ലിക്കേഷൻസ് ലീഡ് ചെയ്യും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ബ്ലഡ് ലോസ്. അപ്പൊ ബ്ലഡ് ലോസ് എന്ന് പറയുന്നത് 500 ml ഓളം ബ്ലഡ് പോകും. അതിൽ കൂടുതലാകുമ്പോഴാണ് പോസ്റ്റ്മോർട്ടം ഹെമറേജ് എന്ന് പറയുന്നത്. ഹസ്ബൻഡിന്റെയും അമ്മയുടെ ഒക്കെ സപ്പോർട്ട് ഈ പറയുന്ന സ്ത്രീക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് പുരുഷന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു, ഇത്രയും പെയിനും ഇത്രയും പ്രോസസ്സും ഒക്കെ ഗോ ത്രൂ ചെയ്താണ് ഒരു പ്രസവം ഉണ്ടാവുന്നത്, ഈ ഒരു പ്രസവം നടക്കുന്നത്. വേദന സഹിച്ച് ഇത്രയും കാര്യങ്ങൾ സഹിച്ചാണ് പുതിയൊരു മെമ്പർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അപ്പൊ അതിനുള്ള റെസ്പെക്ട് നിങ്ങൾ നിങ്ങളുടെ വൈഫിനായിക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടെ മകൾക്കായിക്കോട്ടെ കൊടുക്കണം. ഇമോഷണൽ സപ്പോർട്ട്, ഒരു സ്ട്രെങ്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പെയിൻ ഒക്കെ മറക്കും. ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരുടെ അറിവിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോസുമായി വീണ്ടും വരുന്നത് വരെ, till then, it's my talk, Dr. Adli, stay signing off. Thank you.